സർക്കാർ ജീവനക്കാരോട് വീണ്ടും ധനവകുപ്പിന്റെ ചതി. ക്ഷേമബദ്ധ കുടിശ്ശിക നിഷേധിച്ചു. മുൻകാല പ്രാബല്യം പരാമർശിക്കാതെ ഉത്തരവ്. മന്ത്രിസഭായോഗ തീരുമാനം അട്ടിമറിച്ച് ധനവകുപ്പ്. അട്ടിമറി സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കേണ്ട 6204 കോടി രൂപ നിഷേധിക്കാൻ 2023 ജനുവരി 1 മുതലുള്ള 4% DA അനുവദിക്കാതെയായിരുന്നു മന്ത്രിസഭായോഗ തീരുമാനം. വിവരങ്ങൾ വി ബിനീഷാണ് നൽകുന്നത്. ബിനീഷ്, ഈ ഓരോ രീതിയിലും സാധാരണക്കാരന്, സർക്കാർ ജോലിക്കാർക്ക് ഒക്കെ വലിയ തോതിലുള്ള ഇരുട്ടടി ഈ സർക്കാർ നൽകുകയാണ്. ഇപ്പോൾ ഈ ഒരു നീക്കത്തിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ് ബിനീഷ്? തീർച്ചയായിട്ടും കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം സർക്കാർ കൈക്കൊള്ളുന്നത്. ഈ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനത്തിന് മുഖവിലേക്കെടുക്കാതെയാണ് ധനവകുപ്പ് നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. അതായത് 4% DA കുടിശ്ശിക നൽകേണ്ടതുണ്ട്. ആ 4% DA കുടിശ്ശിക മാത്രമാണ് മന്ത്രിസഭാ യോഗം അനുവദിച്ചത്. ഇതിൽ 2023 ജനുവരി 1 മുതൽ 4% ക്ഷാമബദ്ധത അനുവദിക്കാനായിരുന്നു മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തത്. എന്നാൽ ധനമന്ത്രിയുടെ ഓഫീസും ധനമന്ത്രിയും ചെയ്തത് ഈ ഉത്തരവ് 2023 ജനുവരി 1 മുതലെന്ന പരാമർശമില്ലാതെ തീയതി തീരുമാനിച്ചതിനാൽ അതിനുശേഷമുള്ള കുടിശ്ശിക നൽകണമെന്നാണ് വ്യവസ്ഥ. പക്ഷേ അട്ടിമറി സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കേണ്ട തുക കൃത്യമായി ലഭിച്ചില്ല എന്നതാണ്. മുൻകാല പ്രാബല്യത്തിൽ ഇത് ഈ ക്ഷാമബദ്ധത നൽകണമെന്നതാണ് നിയമം. അത് അട്ടിമറിച്ചിരിക്കുന്നു. പക്ഷേ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബദ്ധത ലഭിച്ചോ, ഇടത് സർക്കാർ നൽകിയോ എന്ന ചോദ്യത്തിന് കൃത്യമായി പാർട്ടി പ്രവർത്തകർക്കും അണികൾക്കും ക്യാപ്സൂളായി പറയാൻ കഴിയുക ക്ഷാമബദ്ധത എല്ലാ സർക്കാർ ജീവനക്കാർക്കും നൽകി പിണറായി സർക്കാർ എന്ന് പറയുമ്പോൾ മുൻകാല പ്രാബല്യം അത് എവിടെ എന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കി നിൽക്കുന്നത്. മുൻകാല പ്രാബല്യത്തിൽ ചെയ്യാൻ തന്നെയാണ് മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തത്. പക്ഷേ അതിനെ അട്ടിമറിച്ചുകൊണ്ടാണ് ധനവകുപ്പ് നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഏകദേശം സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കേണ്ട 6204 കോടി രൂപ അനുവദിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് ധനവകുപ്പ് കടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ കുടിശ്ശികയിൽ വലിയ തോതിലുള്ള അട്ടിമറി നടത്തിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഇതിന്റെ വലിയ ക്ഷീണം സർക്കാർ ജീവനക്കാർക്ക് ഉണ്ടാകുമെന്നാണ് വി ബിനീഷ് തിരുവനന്തപുരത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്.